അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം മുതലാണ് ഊരിൻ്റെ ദേശത്ത് നിന്ന് വിളിക്കപ്പെട്ട അനുഭവം മുതൽ നാം പഠിക്കുകയുണ്ടായി. ഇന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. എന്നാൽ അല്പം പുറകോട്ട് പോയി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കൊരു തുടർച്ച ആവശ്യമാണല്ലോ. വിശ്വാസ വീരനായ ഒരു മനുഷ്യൻ, മാൻ ഓഫ് ഫെയ്ത്ത്. വാസ്തവത്തിൽ വിശ്വാസികളുടെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിശ്വാസത്തിന് നല്ല മാതൃക. ഇബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഏറെ വാക്യങ്ങൾ ഉപയോഗിച്ച് അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതാനുഭവങ്ങൾ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിനുള്ള കാഴ്ചപ്പാട് കൊണ്ടാണല്ലോ അങ്ങനെ തിരുവചനത്തിൽ രേഖപ്പെടുത്താനിടയായത്. അതുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് അബ്രഹാമിൻ്റെ ജീവിതം, മാൻ ഓഫ് ഫെയ്ത്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു വിളിയോടുകൂടെയാണ് എന്ന് നാം പഠിക്കുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിലാണ് ആ വിളിയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ ഇതൊരു സോവറിൻ കോൾ, ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വിളിയാണ്. സാഹചര്യം അനുകൂലമായതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതം അതിന് യോഗ്യമായതുകൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിന്നുണ്ടായൊരു വിളിയാണ്. ഈ വിളി തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ വളരെ പരിഷ്കാരമുള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചതെന്ന് നാം മനസ്സിലാക്കുന്നു. ആ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം നാം വായിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വളരെ ഊഷ്മളമായ ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ വാചകത്തിന് പ്രസക്തിയുണ്ട്. കാരണം ദേശവും ചാർച്ചക്കാരെയും വിട്ടു പിരിയുക എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ ശിഥിലമായി കിടക്കുകയാണെങ്കിൽ ഇറങ്ങാൻ പ്രയാസമില്ല. എന്നാൽ വളരെ അടുത്ത ബന്ധം, ഊഷ്മളമായ ബന്ധം ഇരിക്കുമ്പോൾ ഇറങ്ങിപ്പോരുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിളി അങ്ങനെയായിരുന്നു. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വിഗ്രഹാരാധിയായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് എന്ന് നാം മനസ്സിലാക്കും. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഈ വിളിയിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ബേസിസ് ഓഫ് ദ കോൾ ആർ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തങ്ങളെ നമുക്ക് ഇപ്രകാരം അതിനെ വിഭാഗിക്കാം. ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുവാനും ഒരു പുതിയ സ്ഥലം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളൊരു വിളിയാണ്. തലമുറയെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളൊരു വിളിയാണ്. രണ്ടാമതായി 3, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഐ വിൽ ബ്ലെസ് യു. അനുഗ്രഹം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളൊരു വിളിയാണ്. 4, അവൻ്റെ പേർ വലുതാക്കും. ദൈവം അവന് ലോകത്തിലൊരു സ്ഥാനം നിർണയിച്ചിട്ടുണ്ട്, അത് നൽകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും പ്രധാനമായി തൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമാകും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നീ ഒരു അനുഗ്രഹമാകുകയും ചെയ്യും. യു വിൽ ബി എ ബ്ലെസ്സിങ്. ആ വാഗ്ദത്തങ്ങൾ കൊടുത്തതിൻ്റെ ഉള്ളിൽ തനിക്ക് ഒരു ഭദ്രതയുടെ വാഗ്ദത്തം കൂടെ കൊടുത്തു. ആരെങ്കിലും നിന്നെ ശപിച്ചാൽ ദൈവം ശപിക്കും. ഗോഡ്സ് പ്രൊട്ടക്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. ലോകം തന്നിൽ കൂടെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം ഉണ്ട്. ആ വിളിക്കകത്തുള്ള അതിൻ്റെ അടിസ്ഥാനം ദൈവികമായ വാഗ്ദത്തങ്ങളാണ്. നാം അവസാനമായി മനസ്സിലാക്കിയത് ഈ അനുഗ്രഹിക്കപ്പെട്ട വിളി ലഭിച്ചപ്പോൾ അബ്രഹാമിൻ്റെ പ്രതികരണം, റെസ്പോൺസാണ്. അബ്രഹാമിൻ്റെ പ്രതികരണം 2 വാക്കിൽ നമുക്ക് അത് ക്രോഡീകരിച്ച് പറയാം. 1, ആ ദൈവത്തെ വിശ്വസിച്ചു. അല്പം കൂടെ നല്ല വാക്ക്, ദൈവത്തിൽ ആശ്രയിച്ചു. 2, ദൈവത്തെ അനുസരിച്ചു. ദ റെസ്പോൺസ് വാസ് ബൈ ട്രസ്റ്റിംഗ് ആൻഡ് ഒബീഡിയൻസ്. അപ്പോൾ ദൈവികമായിട്ടുള്ള നിയോഗങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും കൊടുക്കാവുന്ന നല്ല പ്രതികരണം, ദൈവത്തിൻ്റെ വിളി വരുമ്പോൾ അവനിൽ ആശ്രയിക്കുകയും ആ വിളിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന നിയോഗത്തെ അനുസരിക്കുകയും ചെയ്യുക. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു ദേശത്തേക്കും താൻ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കും ഒരു റോഡ് മാപ്പ് പോലും ഇല്ലാതെ വിളിക്കുമ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ
ഇറങ്ങിത്തിരിക്കാൻ കാരണം ഉണ്ട്. തൻ്റെ വിശ്വാസത്തിന് അടിസ്ഥാനമായി രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ദൈവം ശക്തനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായി. ഗോഡ് ഈസ് ഏബിൾ. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായി നമുക്ക് ദൈവത്തെ ആശ്രയിക്കണമെങ്കിൽ ദൈവം ശക്തനാണെന്നുള്ളൊരു ഉറപ്പ്. ഇത് നമുക്ക് റോമാലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലൻ അത് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വാഗ്ദത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, അതിൻ്റെ അർത്ഥം വിശ്വസിക്കുക എന്നാണല്ലോ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. So why did Abraham trust? Because he understood that God is able. ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് തനിക്ക് ബോധ്യമായതുകൊണ്ടാണ് താൻ ദൈവത്തെ അനുസരിച്ചത്. രണ്ട്, അദ്ദേഹം അനുസരിക്കാനുള്ള കാരണം ദൈവം വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കി. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അപ്പോൾ നമുക്ക് ഈ ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ ഉള്ളിൽ പ്രതികരിക്കുവാൻ, ആശ്രയിക്കുവാനും അനുസരിക്കുവാനും കഴിയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം നമുക്ക് ബോധ്യമാകണം. നമ്മുടെ ദൈവം ശക്തനാണ്. രണ്ട്, നമ്മുടെ ദൈവം വിശ്വസ്തൻ ആണ്. വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നോക്കുക. അനുസരിക്കുക. ആശ്രയിച്ചു, രണ്ട്, അനുസരിച്ചു. ആ അനുസരണത്തെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി. 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആബ്സല്യൂട്ട് ഒബീഡിയൻസ്, പൂർണ്ണമായ അനുസരണം, അത് 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവ തന്നോട് കൽപ്പിച്ചത് പോലെ. അപ്പോൾ അനുസരണത്തോട് ചേർന്ന് ആ വാക്കൂടെ വരുമ്പോഴാണ് അനുസരണത്തിന് മാറ്റുകൂടുന്നത്. അനുസരിച്ചു എന്നുള്ളതല്ല, യഹോവ തന്നോട് കൽപ്പിച്ചത് പോലെ. ആസ് ഇറ്റ് വാസ് ടോൾഡ് ടു ഹിം ഈ ഒബേഡ്. രണ്ട്, ആബ്സല്യൂട്ട് ഒബീഡിയൻസ് എന്ന് മാത്രമല്ല, പൂർണ്ണതയുള്ളൊരു അനുസരണമായിരുന്നു, കംപ്ലീറ്റ് ഒബീഡിയൻസ്. 6-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 12:6 കനാൻ ദേശത്ത് എത്തി. അനുസരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അനുസരിച്ച് പൂർത്തീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസരണത്തിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ രണ്ട് കാര്യം ചിന്തിച്ചു. ദൈവം ശക്തനും വിശ്വസ്തനുമാണെന്ന് മനസ്സിലാക്കി. അനുസരിക്കാനുള്ള കാരണം എന്തായിരിക്കാം? രണ്ട് കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ദൈവത്തിൻ്റെ തേജസ് തനിക്ക് വെളിപ്പെട്ടു. തേജോമയനായ ദൈവം വെളിപ്പെട്ടു. റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവം ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അനുസരിക്കാൻ നമുക്ക് പ്രയാസമില്ലാതെ വരുന്നത്. വെൻ യു നോ ഹൂ ഗോഡ് ഈസ്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ അനുസരിക്കാൻ പ്രയാസമില്ല. തേജോമയനായ ദൈവം തനിക്ക് വെളിപ്പെട്ടു. റിവീൽഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. വെളിപ്പെടുത്തി കൊടുത്തു. അനുസരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ട്, തൻ്റെ ഭാവിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചുകൂടെ മനസ്സിലാക്കി. ഫ്യൂച്ചർ ഗ്ലോറി. എബ്രായ ലേഖനം 11:10 ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ രണ്ട് കാര്യമാണ്: വിളിച്ച ദൈവത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ശ്രേഷ്ഠത, മഹത്വം. രണ്ട്, തനിക്ക് തമ്പുരാൻ വെച്ചിരിക്കുന്ന ഭാവി, ദ ഫ്യൂച്ചർ. ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വിശ്വാസ ജീവിതം ആരംഭിച്ച ഈ ദൈവദാസൻ്റെ ജീവിതത്തെ വളരെയധികം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന രണ്ട് കാര്യമുണ്ട്. അത് നമ്മൾ പഠിച്ചാണ് അവസാനിപ്പിച്ചത്. 8-ാമത്തെ വാക്യത്തിൽ അവൻ യഹോവയ്ക്ക് യാഗപീഠം പണിതു. യാഗപീഠം ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് ഏറ്റുപറയുന്നതാണ്. ആരാധിക്കുമ്പോൾ അതാണല്ലോ, എൻ്റെ ദൈവമാണ് യഹോവ എന്ന് ഏറ്റുപറയാണ്. കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു ഭക്തൻ്റെ അനുഭവമാണ് അവൻ്റെ ആരാധന ശൈലി. അപ്പോൾ വിശ്വാസ ജീവിതം ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു ഭാഗമാണ് വർഷിപ്പ്, ആരാധന
അവൻ ഒരു യാഗപീഠം പണിതു. 2, അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലുള്ള ജീവിതത്തെക്കുറിച്ച്, ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്ര ഉറച്ച ബന്ധമാണെന്ന് അവിടെ കണ്ടു. 2 അവിടെ നാം കാണുന്നത് അവൻ കൂടാരം അടിച്ചു. അപ്പോൾ ഈ 2 വാക്കുകളും നാം ഒന്ന് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഹി പിച്ച്ഡ് ഹിസ് ടെൻറ്റ്, അതായത് കൂടാരം അടിച്ചു. 2, യാഗപീഠം പണിതു. ഈ കൂടാരം അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നാളെ ഊരാവുന്നതാണ്. എന്നാൽ യാഗപീഠം പണിയുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻ്റ് അനുഭവമാണ്, അതൊരു സ്ഥിരതയുള്ളൊരു അനുഭവമാണ്. ടെൻറ്റ്, ഹി പിച്ച്ഡ് ഹിസ് ടെൻറ്റ്, ഹി ബിൽറ്റ് ദി ഓൾട്ടർ. എനിക്ക് തോന്നുന്നു വിശ്വാസിയുടെ ജീവിതാനുഭവത്തിന്, ആത്മീക ജീവിതത്തിൻ്റെ ഒരു തെളിവ് ഇത് രണ്ടുമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ അട്ടിയുറച്ച ബന്ധം, അതിനകത്ത് ഒരല്പം പോലും ചലനമില്ല, ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ അന്യരും പരദേശികളും എന്ന ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ജീവിത ശൈലി, ദൈവത്തോടുള്ള ബന്ധത്തിൽ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്, ബിൽറ്റ് ആൻ ഓൾട്ടർ. എന്നാൽ ഈ ലോകത്തിൽ എബ്രായ ലേഖനം 11 വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ലോകത്തിൽ അന്യരും പരദേശികളും എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ജീവിച്ചു. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അന്യനും പരദേശിയും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുക. ലിവിങ് എ പിൽഗ്രിംസ് ലൈഫ്. അപ്പോൾ വേർഷിപ്പ്ഫുൾ ലൈഫ് ആൻഡ് ലിവിങ് എ പിൽഗ്രിംസ് ലൈഫ്, രണ്ടും കൂടെ ചേർത്ത് വിശ്വാസിയുടെ ജീവിതത്തിൽ അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി നാം തുടർന്ന് അതിൻ്റെ 2ാം ഭാഗം പഠിക്കാനായിട്ട് പോവുകയാണ്. വിശ്വാസ ജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ചുവടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മൈലുകൾ യാത്ര ചെയ്യുന്ന വിശ്വാസ ജീവിതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജൈത്രയാത്ര ഹൃദയത്തിൻ്റെ ഉള്ളിലാണല്ലോ, ഇൻ അവർ ഹാർട്ട്, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള യാത്രയാണ്. അബ്രഹാം തൻ്റെ ജീവിതത്തിൽ വളരെ ദൂരം യാത്ര ചെയ്തു. അതിൻ്റെ ആദ്യത്തെ പടി, ഫസ്റ്റ് സ്റ്റെപ്പ്, അതൊരു അത്ഭുതകരമായ പടിയാണ്. കാരണം അതുപോലെ ഒരു ചുവടെടുക്കാൻ, നമുക്ക് ഇങ്ങനെയുള്ളൊരു ചുവടെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ നാം പഠിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ ചുവടുകൾ എടുക്കാൻ നമുക്ക് പ്രേരണ ഉണ്ടാകുമല്ലോ. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെയുള്ളതൊന്നും പ്രീസിഡൻസ് ആയിട്ടില്ല. മുമ്പിൽ കാണാനോ മാതൃകയായിട്ടോ തനിക്കൊന്നും കാണാനില്ല. തേജോമയനായ ദൈവം തനിക്ക് വെളിപ്പെട്ടു. താനൊരു ചുവടെടുത്ത് വെക്കുകയാണ്. അതൊരു അത്ഭുതകരമായ ഒരു അനുഭവമാണ്. ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീക ജീവിതത്തിലെ വലിയൊരു വിജയമാണ്. ഗ്രേറ്റ് സ്റ്റെപ്പ്, എക്സെപ്ഷണൽ സ്റ്റെപ്പ്. എന്നാൽ നമ്മൾ ഉടനെ അദ്ദേഹത്തെ കാണുന്നത് ഒരു പരീക്ഷണത്തിൽ കൂടെ പോകുന്ന അനുഭവമാണ്. ഏബ്രഹാം ഈസ് ടെസ്റ്റഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ താഴോട്ട് പറയാൻ ആഗ്രഹിച്ചതാണെങ്കിൽ ഇവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. വലിയ ജയത്തിന് പിന്നാലെ പരിശോധനകളും പരീക്ഷകളും വരാൻ സാധ്യതയുണ്ട്. ആഫ്റ്റർ എ ഗ്രേറ്റ് വിക്ടറി, വിജയം അങ്ങോട്ട് കഴിയുമ്പോൾ, ഈ ചെങ്കടലൊക്കെ കടന്ന് വളരെ സന്തോഷത്തോടെ ഇപ്പുറത്ത് വന്നപ്പോഴാണ് മാറായിലെ പരീക്ഷണം ദൈവജനത്തിനുണ്ടായത്. അപ്പോൾ അവിടെ സ്തോത്രം പാടി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന് ഉടനെ തന്നെയാണ് അവർക്ക് വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ പിറുപിറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റിംഗ് ക്യാൻ ഫോളോ എ ഗ്രേറ്റ് വിക്ടറി. വലിയൊരു വിജയത്തിന് പിന്നാലെ നമുക്കൊരു പരീക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കണം. ഏബ്രഹാം വാസ് ടെസ്റ്റഡ്. നോക്കിക്കാട്ടെ, അദ്ദേഹത്തിനുണ്ടായ ആ പരിശോധന എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന്, ദേശത്ത് ക്ഷാമമുണ്ടായി, 10ാമത്തെ വാക്യത്തിൽ. അതായത് ദൈവത്തിൻ്റെ പര്യാപ്തത തനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നൊരു സന്ദർഭം പോലെ തോന്നുന്നു. അതായത് ഗോഡ് ഈസ് സഫിഷ്യൻറ്റ്
വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ പെട്ടെന്ന് ഒരു ആവശ്യകത വരികയാണ്. സഫിഷ്യൻസി ഓഫ് ഗോഡ് ഈസ് ടെസ്റ്റഡ്. ദൈവം പര്യാപ്തനാണോ? കാരണം ദേശത്ത് ക്ഷാമം. ആ ക്ഷാമത്തെ ഒന്നുകൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് 10ാമത്തെ വാക്യത്തിൽ തന്നെ, എൻ്റെ 2ാമത്തെ ഭാഗം. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നു. നോട്ട് ഓൺലി ഫാമിൻ, സിവിയർ ഫാമിൻ. ഏത് മനുഷ്യനും പരിശോധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം നിറഞ്ഞു നിൽക്കുമ്പോൾ ആരാധിക്കാൻ അത്ര പ്രയാസമില്ല. ജീവിതത്തിൽ ആവശ്യകതകൾ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ തുടർമാനമായി വരുമ്പോൾ ആരാധിക്കാൻ, വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ തടസ്സം പലതും പൈശാചികൻ സൃഷ്ടിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ളൊരു പരീക്ഷകൾ, പരിശോധനകൾ നമ്മളത് അതിശയിച്ചു പോകേണ്ട കാര്യമില്ല, എക്സെപ്ഷണൽ അല്ല. അതായത് ചിലർക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതല്ല. അപ്പോസ്തലനായ പത്രോസ് എൻ്റെ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ, അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു അപൂർവ കാര്യം വന്ന് സംഭവിച്ചു എന്നോർത്ത് അതിശയിച്ചു പോകരുത്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ശോധനകൾ അപൂർവമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് കോമൺ. അത് പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറഞ്ഞെങ്കിലും നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ച് നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ എത്രയോ പ്രാവശ്യം ഏതെല്ലാം തരത്തിൽ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. അത് തമ്പുരാൻ അനുവദിക്കുന്നതാണ് എന്ന് ഓർക്കണം. ചിലതൊക്കെ ഞാൻ ഒന്ന് വർണ്ണിക്കട്ടെ. ഏലിയാവിൻ്റെ തോട് വറ്റിപ്പോയി, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കെരീത് തോട്ട്, ദൈവം അയച്ച സ്ഥലത്ത് തോട് വറ്റി. ദാവീദിൻ്റെ ജീവിതത്തിൽ അഭിഷേകം ലഭിച്ചതാണ്, എന്നാൽ വിശന്ന് പൊരിഞ്ഞ സന്ദർഭങ്ങളുണ്ട്. 1 ശമൂവേൽ 21 വായിച്ചു നോക്കണം. 3-ാം വാക്യത്തിൽ നോബൽ പുരോഹിതൻ്റെ അടുക്കൽ ഓടി വന്നിട്ടുണ്ട്, നിൻ്റെ പക്കൽ വല്ലതുമുണ്ടോ? എനിത്തിങ്. അപ്പോൾ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാനായി വെച്ചിരുന്ന അപ്പം, ഈസ് ദർ എനിത്തിങ്? അത്ര വിശപ്പാണ് ആ മനുഷ്യന്. നാബാല് വിരുന്ന് നടത്തുന്ന സമയത്ത് കാട്ടിൽ പാർക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യകത കൊണ്ടാണ് ദൂതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു, നിനക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും നീ കൊടുത്തയക്കണം. അപ്പോൾ ജീവിതത്തിൽ ആവശ്യകതകൾ വന്ന് നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. എത്രയോ ദൈവത്തെ, കർത്താവിനെ സ്നേഹിച്ച ഒരു ശിഷ്യനാണ് അപ്പസ്തോലനായ യോഹന്നാൻ. സ്നേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. എങ്കിലും പത്മോസിൻ്റെ അനുഭവം തനിക്ക് വന്നു. സുവിശേഷീകരണത്തിൽ അഗ്രഗണ്യനായി ജീവിച്ച ഒരു മനുഷ്യനാണല്ലോ അപ്പസ്തോലനായ പൗലോസ്. ദൈവസഭയുടെ ശില്പിയും പണിക്കാരനും എന്നൊക്കെ നാം ഏറ്റുപറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം തടവറയിൽ കിടക്കേണ്ടതായി വരും. അതുകൊണ്ട് ഇതൊരു അപൂർവ കാര്യമല്ല. ടെസ്റ്റിംഗ് വിൽ കം. മുമ്പേ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ടൈമിംഗ് പലപ്പോഴും ജീവിതത്തിൽ ഒരു അനുഗ്രഹമോ വിജയമോ ലഭിച്ചതിൻ്റെ പിന്നാലെ ആയിരിക്കും. അബ്രഹാം വലിയൊരു സ്റ്റെപ്പ് എടുത്ത് ലോകമൊക്കെ വീക്ഷിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി ചിന്തിക്കുന്നു. ഊരിൻ്റെ പ്രദേശത്തുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു പോയി കാണും. കാരണം അറിയാത്തൊരു സ്ഥലത്തേക്ക് താൻ യാത്ര തിരിക്കുകയാണ്. നോബഡി കുഡ് അണ്ടർസ്റ്റാൻഡ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വലിപ്പം. ദൈവത്തെ അനുസരിച്ച അനുഭവത്തിന് ശേഷം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയങ്ങളാണ് ഞാൻ പറഞ്ഞത്. 2, അത്ഭുതകരമായിട്ടുള്ള ദൈവികമായ ദർശനം കണ്ടതിന് ശേഷം ദൈവം അവന് പ്രത്യക്ഷനായി എന്ന് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ അനുസരിച്ചതിനും
അത്ഭുതകരമായ വെളിപ്പാടും ലഭിച്ചതിനും 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ ആരാധിച്ചതിനും ശേഷമാണ് ഈ ശോധന വന്നത്. അപ്പോൾ ജീവിതത്തിൽ പരിശോധനകൾ ഏത് സമയത്തും വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ശോധന വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊന്ന് അല്പം പറയാൻ ആഗ്രഹിക്കും. എന്താണ് നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി? വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചു, ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിച്ചു, ആരാധന തുടങ്ങി, വെളിപ്പാട് കിട്ടി. എന്നാൽ പെട്ടെന്ന് ക്ഷാമം അനുഭവിക്കുന്നു. ക്ഷാമമെന്ന് പറയുമ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വിഷയമല്ല. താൻ മാത്രമല്ല വിഷയം, തന്നോടുകൂടെ ഒരു കുടുംബം മാത്രമല്ല, ലോത്ത്, മറ്റ് ദാസന്മാർ, ഒരു വലിയ കൂട്ടത്തെ പോഷിപ്പിക്കേണ്ട ചുമതലയുള്ളൊരു മനുഷ്യനാണ് ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ ന്യായമായും ഉണ്ടാകാവുന്ന വിശ്വാസ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാവുന്ന സംശയങ്ങൾ. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാമും അതിൽ നിന്ന് വിഭിന്നമല്ല. അബ്രഹാമും വിശ്വാസവീരനായിരുന്നെങ്കിലും നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. നാം അഭിമുഖീകരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ യാത്ര തിരിച്ച സമയത്ത് ഈ ബുദ്ധിമുട്ട് വന്ന് തന്നെ ഞെരുക്കിയപ്പോൾ, കഠിനമായ ക്ഷാമം വന്നപ്പോൾ തൻ്റെ ഉള്ളിലുണ്ടാകാവുന്ന സംശയങ്ങൾ ഇപ്രകാരമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒന്ന്, ഞാൻ ദൈവേഷ്ടത്തിൽ തന്നെയാണോ? ദൈവേഷ്ടത്തിലാണെങ്കിൽ കാര്യങ്ങൾ നന്നായി പോകണ്ടേ? 2, തമ്പുരാൻ വാഗ്ദത്തങ്ങളൊക്കെ പറഞ്ഞു, അത് ഞാൻ കേട്ടത് ശരിയായിരുന്നോ? ഇങ്ങനെയുള്ള സംശയം നമ്മുടെ ഉള്ളിൽ വരാറില്ലേ? അതോ ഞാൻ സ്വപ്നം കണ്ടതാണോ? 4, എൻ്റെ വിശ്വാസത്തിന് ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓരോന്നൊന്നും നോക്കാം. ഈ സംശയം വരാനുള്ള കാരണം കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ജീവിതത്തിലുള്ള ആത്മീക അനുഭവവും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള തീരുമാനങ്ങളും പ്രതിബദ്ധതയും ഒരു സൈഡിൽ കിടക്കുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ ബാഹ്യമായ അനുഭവത്തിൽ വളരെ വ്യത്യസ്തമായ അനുഭവമാണ്. ടോട്ടലി കമ്മിറ്റഡ് ടു ദ ലോർഡ് ബട്ട് ഫാമിൻ ഇൻ ദ ലാൻഡ്. അത് ചിന്തിച്ച് നോക്കണം. ദൈവത്തെ സ്നേഹിച്ചും ഭക്തിയോടും കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ ജീവിക്കുന്ന അനുഭവത്തിൽ കഠിനമായ ക്ഷാമം. ഇത് രണ്ടും കൂടെ തട്ടിച്ച് നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ തൻ്റെ ഉള്ളിൽ വരും. ഞാൻ ദൈവേഷ്ടത്തിൽ തന്നെയാണോ? ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ നന്നായി പോകണ്ടേ? തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തം ഞാൻ കേട്ടതാണോ? അതെനിക്കൊരു തോന്നലായിരുന്നു? അതോ എൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടോ? അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്കതിലെ ആ സംശയങ്ങൾ ഓരോന്നായി നോക്കാം. 1, ദൈവത്തിൻ്റെ ഹിതം. ദൈവത്തിൻ്റെ ഹിതം ബാഹ്യമായ വിജയം കൊണ്ട് നിർണ്ണയിക്കാൻ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും പരീക്ഷയുണ്ട്. ബാഹ്യമായ ജീവിത രംഗങ്ങളിൽ വിജയം വരുമ്പോൾ ഞാൻ ദൈവേഷ്ടത്തിലാണ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഐ എം ഇൻ ദ വിൽ ഓഫ് ഗോഡ് ബിക്കോസ് ഐ എം സക്സസ്ഫുൾ. ഞാൻ വിജയാളിയാണല്ലോ. അപ്പോൾ ദൈവേഷ്ടത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അകത്തൊരു ഉറപ്പ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ദൈവം എന്നോട് പറഞ്ഞതും അതിനോടുള്ള എൻ്റെ പ്രതികരണവുമാണ് ദൈവേഷ്ടത്തിലാണോ അല്ലയോ എന്നുള്ളതിൻ്റെ തീരുമാനം. ആം ഐ കംപ്ലൈയിങ് ടു ദ വിൽ ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ കീഴ്പ്പെട്ടോ? ദൈവത്തിൻ്റെ കൽപ്പന എന്തായിരുന്നു? ആ കൽപ്പനയോടുള്ള ബന്ധത്തിൽ ഞാൻ അനുസരിച്ചോ? അതാണ് ദൈവേഷ്ടത്തിലാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഉറപ്പ്. ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മതി.
ദൈവേഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം ഇതുപോലെ ചെയ്ത ദൈവപുത്രനല്ലാതെ വേറെ ആരുമില്ലല്ലോ. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്ത ദൈവപുത്രൻ്റെ ജീവിതത്തിൽ വന്ന് അനുഭവിച്ച കഷ്ടങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു. അപ്പോൾ ബാഹ്യമായ അനുഭവമാണ് ദൈവേഷ്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് തെളിവായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ അതിൽ നിന്ന് എത്രയോ അകലെയായിരുന്നു. അങ്ങനെയല്ല. വാട്ട് ഗോഡ് ഹസ് സെഡ് ഡു ഐ ഒബേ? തമ്പുരാൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചോ? അതാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണോ എന്നുള്ളതിൻ്റെ തെളിവ്. എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വിജയങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളോ അല്ല. ഞാനിത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത വന്നു. ഈ നാം യാത്ര ചെയ്യുന്ന റോഡിൻ്റെ സ്മൂത്ത്നെസ് അത് എത്ര നല്ലതാണ്, വളരെ മനോഹരമാണ്, കുണ്ടും കുഴി ഇല്ലാത്തതാണ് എന്നുള്ളതാണോ ഞാൻ ശരിയായ വഴിയിലാണെന്നുള്ളതിൻ്റെ തെളിവ്? ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന വഴിയുണ്ടല്ലോ, എന്തോരം സ്മൂത്താണെന്നറിയാവോ? അപ്പോൾ ഞാൻ ആ പ്ലാനിൽ തന്നെയാണ്. അതല്ല, റോഡ് മാപ്പിനോടുള്ള ബന്ധത്തിൽ ആ വഴിയിലാണോ എന്നുള്ളതാണ്. Am I exactly in the road map? വഴി കഠിനമാണോ വഴി സ്മൂത്താണോ അത് വിഷയമല്ല. ഒരുക്കി വച്ചിരിക്കുന്ന റോഡ് മാപ്പിലാണോ എൻ്റെ വഴിയെന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതാനുഭവങ്ങളും ദൈവഭക്തിയും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ തന്നെയാണോ എന്ന് അകത്തൂടെ ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഈ ചിന്ത നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. ഇഫ് ഐ ആം ഒബേയിങ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അറിഞ്ഞ് അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തെങ്കിൽ, ബാഹ്യമായ അനുഭവം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എത്രയോ ദൈവമക്കൾ കർത്താവിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തത് നിമിത്തം കുടുംബത്തിലും ചുറ്റുപാടിലും ഒക്കെ എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ആശ്വാസമേ ഉള്ളൂ. ഗോഡ് ടോൾഡ് മീ, ഐ ഒബേഡ് ഇറ്റ്. തമ്പുരാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. 2, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഞാൻ കേട്ടതും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ അങ്ങോട്ട് നമുക്കൊന്ന് ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. വി കനോട്ട് ബ്രിങ് ഇറ്റ് ടുഗെദർ. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ പേർ വലുതാക്കും, ഞാൻ നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ കാക്കും, പരിപാലിക്കും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. എന്നാൽ ഇപ്പോൾ ദേശത്ത് ക്ഷാമമാണ്, കഠിനമായ ക്ഷാമമാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, കർത്താവ് ഇത് തന്നെയാണോ എനിക്ക് വാഗ്ദത്തം ചെയ്തത്? ഞാൻ കേട്ടത് ശരിയായിരുന്നു? ഇത് നമുക്ക് മനസ്സിലാക്കണേ. ഒറ്റ കാര്യം ഓർത്താൽ മതി. ദൈവം വാഗ്ദത്തം ചെയ്തത് നമുക്ക് ലഭിക്കുന്നത് വരെയുള്ള ആ വഴി എന്താണെന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. ദ റോഡ് ടു ദ പ്രോമിസ്. കനാൻ പ്രോമിസ് ചെയ്തതാണ്. പക്ഷേ കനാനിലേക്കൊരു വഴിയുണ്ടല്ലോ. ആ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രോമിസ് കിട്ടിയില്ല എന്ന് ചിന്തിക്കരുത്. ദൈവം ആ പ്രോമിസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദ വേ ടു ഗോഡ്സ് ബ്ലെസ്സിങ്സ് ആർ ത്രൂ ഡിഫിക്കൽട്ടീസ്. ഉദാഹരണം ഒന്ന് പറഞ്ഞോട്ടെ. യോസേപ്പ് ചിന്തിച്ചു നോക്കിയേ, സ്വപ്നത്തിൽ കൂടെ കൊടുത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തം. ആ വഴിയാത്ര കഠിനമായിരുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം അവിശ്വസ്തനാണോ? അല്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ദാവീദ്, ദൈവം അഭിഷേകതയിൽ ഒഴിച്ചപ്പോൾ ഗോഡ് പ്രോമിസ്ഡ് ഹിം സംതിങ്. ഇസ്രയേലിന് ഞാൻ നിന്നെ രാജാവാക്കും. വഴിയാത്ര അല്പം കഠിനമായിരുന്നു. നിവർത്തിച്ചു. അപ്പോൾ ആ വഴിയാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിൽ വാഗ്ദത്തങ്ങളെ സംശയിക്കേണ്ട.
സാഹചര്യമല്ല വാഗ്ദത്തങ്ങളുടെ ഉറപ്പ്, ചുറ്റുപാടുകളുടെ അഭിവൃദ്ധിയല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പ്. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പ്. God who has promised you is faithful. Praise the Lord. 1987 കർത്താവിനെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് എനിക്കൊരു കാര്യം പ്രോമിസ് ചെയ്തു. ഇതിപ്പോൾ 2024 നിറവേറിയിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ എൻ്റെ സുമ എന്നോട് ചോദിക്കുമോ, എന്നാലും എന്നോട് ഇതൊന്ന് പറയരുതോ. ഈ ഒരു കാര്യമല്ലാതെ വേറൊരു കാര്യമോ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറച്ചു വെച്ചിട്ടില്ല. ഇത് ഞാനും തമ്പുരാനുമായിട്ടുള്ള ഒരു ഇടപാടാണ്. ദീർഘവർഷങ്ങൾ കഴിഞ്ഞു, 37 വർഷങ്ങൾ കഴിഞ്ഞു. വാക്ക് പറഞ്ഞവൻ മറന്നുപോയോ? യോസേപ്പിനെ പാനപാത്രവാഹകൻ മറക്കും, പക്ഷെ യോസേപ്പിന് സ്വപ്നം കൊടുത്തവൻ മറക്കത്തില്ല. നെവർ നെവർ. 3, ഒരുപക്ഷെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കഠിനമായ അന്തരീക്ഷം വന്നിരുന്നതിൻ്റെ കാരണം എൻ്റെ വിശ്വാസം ശരിയല്ലായിരിക്കും. ഞാനതിന് ഉദാഹരണം പറയാം. ഈ എപ്പോഴും ദൈവമക്കളായ നമ്മൾ ഉപയോഗിക്കുന്നൊരു വായി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ ഇത് വിശ്വസിച്ചാൽ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വിശ്വസിച്ച മഹത്വമൊന്നും കാണുന്നുമില്ല. അപ്പോൾ ഒരു സംശയം പുറത്തുള്ളവരും കൂടെ പറയും. എന്താ പറയുന്നതെന്നറിയാമോ? അതിൻ്റെ വിശ്വാസത്തിന് എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമല്ലോ. അപ്പോൾ അതിനുള്ള പ്രയാസം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് കാണാനൊരു ഉൾക്കാഴ്ച ഉണ്ടെങ്കിലേ വിശ്വസിക്കുമ്പോൾ കാണുന്ന ദൈവമഹത്വം ശരിയാണെന്ന് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാട്ട് ഈസ് ഗോഡ്സ് ഗ്ലോറി? ഇഫ് യു ബിലീവ് യു ഷാൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അത് കറക്റ്റാ. പക്ഷെ നമുക്ക് ചില കാഴ്ചപ്പാടുണ്ട് ദൈവമഹത്വം എന്താണെന്ന്. അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ദൈവമഹത്വം കണ്ടില്ലെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവമഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, യു ഹാവ് സീൻ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദെൻ യു ക്യാൻ സേ ഐ ബിലീവ് ഇറ്റ്. ഇത് നമുക്ക് മാത്രമല്ല സംശയം. ഇയ്യോബിൻ്റെ കൂട്ടുകാരെ പോലെ കുറച്ച് കൂട്ടുകാരും നമുക്കുണ്ടെന്ന് വിചാരിച്ചു. അവർ വന്നേച്ച് പറയും, പിന്നെ നീ ഭക്തനാണെന്നൊക്കെ ചിന്തിക്കുന്നതിലും നിൻ്റെ ഭക്തിക്ക് എവിടൊക്കെയോ കോട്ടമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അയ്യോ, വിശ്വാസിയെ തളർത്തുന്ന ഇതുപോലെയുള്ള അനുഭവങ്ങൾ. അതിനുശേഷം ചിലരൊക്കെ പറയും, അങ്ങേ വീട്ടിലോട്ടൊന്ന് നോക്കിക്കേ, കണ്ടോ? അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്. സംശയിക്കണ്ട, ദൈവത്തെ വിശ്വസിക്കുക. വി ഷാൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതെപ്പോഴാണെന്ന് തമ്പുരാനെ അറിയത്തുള്ളൂ, എങ്ങനെയാണെന്നും ദൈവത്തിനെ അറിയത്തുള്ളൂ. ദൈവം തൻ്റെ മഹത്വം നിശ്ചയമായി നമ്മിൽ കൂടെ വെളിപ്പെടുത്തും. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിശോധനകൾ ദൈവം അയക്കുന്നത്. 1, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. 1 പത്രോസ് 1:6-7 വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. വിശ്വാസത്തിൻ്റെ പരിശോധന. അപ്പോൾ ദൈവം ഇങ്ങനെ ക്ഷാമം അയക്കുന്നത്, ആവശ്യകതയിൽ കൂടെ അയക്കുന്നത്, ചില സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്നത് ദൈവം എന്നെ തകർക്കാനല്ല. പാട്ടുകാരൻ എത്ര ഭംഗിയായിട്ടത് പറഞ്ഞ്, എന്നെ തകർക്കുവാനോ എന്നെ ഉടയ്ക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാനെന്നല്ല പറഞ്ഞേ, അത് ദൈവാത്മാവിൽ എഴുതിയൊരു പാട്ടാണ്. നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. അപ്പോൾ ദൈവത്തിന് ശോധന
It is to build your faith, increase your faith. 2, ദൈവത്തിന് ശക്തി വെളിപ്പെടുത്തണമെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം കൂടെ വേണ്ടായോ? കാറ്റും കോളും അടിച്ച് പടക് വലഞ്ഞ് തണ്ട് വലിച്ച് വരഞ്ഞ ശിഷ്യന്മാർക്ക് മാത്രമേ കടലിൻ മീതെ നടന്നു വരുന്ന മത്തായി 14:22 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കാറ്റും കോളും കൂടെ, കാറ്റും കടലും കൂടെ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് കാണാനും ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം കാണാനും ഒക്കത്തുള്ളൂ. Without a storm, you cannot see the power of God. The power of God. 3, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. 2, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താനാണ്. 3, ദൈവത്തിൻ്റെ മഹത്വം. പുറപ്പാട് 14:4 മോശയോട്, നീയേ സ്റ്റാൻഡ് ഫേം, ഈ ചെങ്കടലിൻ്റെ മുമ്പിൽ നീ അങ്ങ് നിന്നാൽ മതി, ഉറച്ചു നിൽക്കണം. ഞാൻ ഈ ഫറവോനിൽ എൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവാ. ഈ ചെങ്കടലിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവുക. അപ്പോൾ ഓർക്കണം, ദൈവം നമുക്ക് ഇങ്ങനെയുള്ളത് അയക്കുന്നത് എന്നെ പണിതെടുക്കാനാണ്. 2, തൻ്റെ ശക്തിയുടെ വലിപ്പം എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാനാണ്. 3, ദൈവത്തിൻ്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരല്പം ചിന്തിച്ച് നോക്കിക്കേ. സാക്ഷി പറയണമെന്നുണ്ടെങ്കിൽ എന്തോ പറയും, അനുഭവങ്ങൾ പങ്കിടണമെന്നുണ്ടെങ്കിൽ എന്തോ പറയും. ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ചല്ലേ നമ്മൾ പറയുന്നേ. എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച സന്ദർഭമല്ലയോ പറയുന്നേ. ദൈവത്തിൻ്റെ മഹത്വം കണ്ടതല്ലേ നമുക്ക് പറയാൻ കഥയായിട്ടുള്ളൂ. ദാറ്റ് ഈസ് വൈ അബ്രഹാമിനെ ഈ ശോധനയിൽ കൂടി അയച്ചത് ദൈവത്തിനത് നടത്തിയെടുക്കാനാണ്. ഇനി നോക്കാട്ടെ, ക്ഷാമം വന്നു, കഠിനക്ഷാമം വന്നു. എന്നാൽ വിശ്വാസത്തിൽ വീരനായി മനുഷ്യൻ തോറ്റു, പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം കൂടെ നമുക്കൊന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്, നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യനാണ്. അബ്രഹാമിൻ്റെ തോൽവി തമ്പുരാൻ മറച്ചു വെച്ചില്ല. തിരുവചനം രേഖപ്പെടുത്തിയപ്പോൾ അബ്രഹാമിൻ്റെ തോൽവിയും തമ്പുരാൻ വെളിപ്പെടുത്തി തന്നു. ഇത്രയും വിശ്വാസവീരനായ മനുഷ്യൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഒന്നും കാണാതെ എടുത്തിയാടിയൊരു മനുഷ്യൻ ക്ഷാമം എന്ന ശോധനയിൽ വന്നപ്പോൾ പരാജയപ്പെട്ടു. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഈ 12-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തെക്കോട്ട് യാത്ര ചെയ്യുന്നൊരു വാചകം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏബ്രഹാം ട്രാവൽഡ് സൗത്ത്. അത് വരച്ചും പഠിച്ചും നോക്കിയിട്ടുള്ളവർ പറയുന്നത് അത് മിസ്രൈമിലേക്കുള്ള ഡയറക്ഷനാണ്. അത് ഈ തെക്കോട്ടുള്ള യാത്ര. അപ്പോൾ ഈ തെക്കോട്ടുള്ള ഈ മിസ്രൈമിൻ്റെ പ്രോക്സിമിറ്റിയിലോട്ട് പോയാൽ മിസ്രൈമിലേക്ക് പോകാനുള്ള സകല സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പോകരുതാത്ത സ്ഥലത്തോട് അതിൻ്റെ സമീപത്തൊക്കെ സഞ്ചരിച്ചാൽ വേദന വരുമ്പോൾ ആ സ്ഥലത്തോട്ട് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ചില സ്ഥലത്തു നിന്നൊക്കെ നേരെ തിരിഞ്ഞു പോകണം. ഇദ്ദേഹം കനാനിൻ്റെ ഡയറക്ഷനിൽ തന്നെ ജീവിച്ചിരുന്നെങ്കിൽ, ഇഫ് ഹി സെറ്റ് ഹിസ് ലൈഫ് ഡയറക്ട്ലി എപ്പോഴും സെറ്റിംഗ് ഹിസ് ഡയറക്ഷൻ ടുവേർഡ്സ് കേനൻ, ഇത്രയും തോൽക്കാൻ സാധ്യതയില്ലാതെ പോയേനെ. എന്നാൽ അദ്ദേഹം ഈജിപ്തിലേക്കുള്ള മിസ്രൈമിലേക്കുള്ള ആ വഴിയെ കൂടെ യാത്ര ചെയ്തു. മിസ്രൈം എന്ന് പറയുന്നത് മാനുഷിക ജ്ഞാനത്തിൻ്റെയും മാനുഷിക ശക്തിയുടെയും ഒക്കെ ഒരു സിമ്പിളാണ്. മാനുഷികമായിട്ടുള്ള ജഡീകമായിട്ടുള്ള ശക്തിയുടെയും ജഡീകമായിട്ടുള്ള ആലോചനയുടെയും ഒക്കെ ഒരു ചെറിയ സാദൃശ്യമാണ് ഈ മിസ്രൈം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നോക്കാം, രണ്ടാമത് അദ്ദേഹം പരാജയപ്പെട്ടതിൻ്റെ കാരണം മാനുഷിക ബുദ്ധി, ട്രസ്റ്റിംഗ് ഇൻ ഹ്യൂമൻ വിസ്ഡം. നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം. മാനുഷിക ബുദ്ധിയെ തമ്പുരാൻ പാടെ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, എൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മൈ വിസ്ഡം മസ്റ്റ് ഓപ്പറേറ്റ് ഇൻ സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തിന് കീഴ്പ്പെട്ട് എൻ്റെ ബുദ്ധി പ്രവർത്തിക്കണം. എൻ്റെ ബുദ്ധി എടുത്ത് കളയണമെന്നല്ല. അതുകൊണ്ടാണ് പലരെയും ഈ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പലരും പറയുമ്പോൾ ആരോ ഒരാൾ ചിത്രീകരിച്ചിട്ടുണ്ട്, ആലയത്തിൻ്റെ പുറത്തൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്രിസ്തീയ വിശ്വാസത്തെ അധിക്ഷേപിച്ച് ആരോ എഴുതിയതാണ്. ആ പുറത്തൊരു ഷെൽഫിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിപ്പോസിറ്റ് യുവർ ബ്രെയിൻ ഹിയർ. ആരാധനയ്ക്ക് അകത്തോട്ട് പോകുമ്പോഴേ ബുദ്ധി ഇവിടെ വെച്ചേച്ച് അകത്ത് കയറിക്കോണം, ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ബുദ്ധിയോട് എടുത്തുകൊണ്ട് പൊക്കോണമെന്നാണ് പറഞ്ഞത്. അങ്ങനല്ല ക്രിസ്തീയ ജീവിതം. ബുദ്ധിയുള്ള ആരാധന അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിയുള്ള റീസണബിൾ സർവീസ്. എന്നാൽ ഒറ്റ കാര്യമേ മാനുഷിക ബുദ്ധിയെക്കുറിച്ച് തമ്പുരാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവികമായിട്ടുള്ള ആ അധികാരത്തിൻ്റെ കീഴിൽ എൻ്റെ ബുദ്ധി പ്രവർത്തിക്കണം. മൈ വിസ്ഡം മസ്റ്റ് ഓപ്പറേറ്റ് ഇൻ സബ്മിഷൻ ടു ഗോഡ്. എന്താണ് ദൈവവചനം പറയുന്നത്? ദൈവം ചില മുന്നറിയിപ്പ് ഇതിനെക്കുറിച്ച്, അതായത് മാനുഷിക ജ്ഞാനത്തിന് മാത്രം കീഴ്പ്പെടുമ്പോഴുള്ള ദോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മനോഹരമായി പറഞ്ഞിരിക്കുന്ന യെശയ്യാ പ്രവചനം 30-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നത് നല്ലതാണ്. മാനുഷിക ബുദ്ധിയെ പാടേ എടുത്ത് കളഞ്ഞിരിക്കുകയല്ല, എന്നാൽ മാനുഷിക ബുദ്ധി എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കാട്ടെ, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം. അടുത്ത വാചകം നോക്കിയേ, എന്നെ കൂടാതെ ആലോചന കഴിക്കുക. ആ വാചകം കണ്ടോ? ആലോചന കഴിക്കരുതെന്നല്ല പറഞ്ഞേ, ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുക. ദാറ്റ്സ് വെയർ വി ആർ റോങ്. ആലോചിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞില്ല. ബട്ട് വെൻ യു പ്ലാൻ വിത്തൗട്ട് ഗോഡ്, ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുമ്പോൾ അത് ബുദ്ധികേടാണ്. നോക്കിക്കാണ്ടേ, എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുക. ഉണ്ടോ അവിടെയൊക്കെ ഉള്ള എന്താണ് അപാകത? നോക്കിക്കാട്ടെ, മിസ്രൈമിൻ്റെ നിഴലിന് കീഴിൽ ശരണം പ്രാപിക്കേണ്ടതിന്. അടുത്തതോടെ ശ്രദ്ധിച്ച് നോക്കിയേ, എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും. അപ്പോൾ ഇവിടെ എല്ലാ അപാകത എന്നാ? ദൈവത്തോട് ആലോചന ചോദിക്കാതെയും ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കാതെയും ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെയും. ദാറ്റ്സ് വെയർ ഇറ്റ് ഈസ് റോങ്. വലിയ ഒരു വാണിംഗ് ആണ് ദൈവം നമുക്ക് അവിടെ തരുന്നത്. മുന്നറിയിപ്പ് ദൈവം തരുന്നു. അബ്രഹാമിൻ്റെ ബുദ്ധി ഇങ്ങനെ പ്രവർത്തിച്ചെന്ന് ഞാനിപ്പോൾ ഭാവന ചിന്തിക്കുകയാണ് കേട്ടോ. 1, കഠിനമായ ക്ഷാമം. 2, ഞാനൊരു പരദേശി എന്ന് പറഞ്ഞാൽ സ്ഥിരവാസമില്ലാത്ത മനുഷ്യൻ. ദേശത്ത് ഞാൻ പാർക്കുന്ന സ്ഥലത്ത് കഠിനമായ ക്ഷാമം. എത്രയോ ആളുകൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം. ഐ ഹാവ് ടു ഫീഡ് മെനി പീപ്പിൾ. ബുദ്ധി ചിന്തിക്കുക, ഐ ഹാവ് ടു ഫീഡ് ദം ഓൾ. ഇങ്ങനെയുള്ളൊരു സമയത്ത് ഞാനൊരു തീരുമാനം എടുക്കണ്ടായോ? ഞാൻ സംരക്ഷിക്കണ്ടായോ? ഇതെല്ലാം ന്യായമായിട്ടുള്ള മാനുഷിക ചിന്തകളല്ലയോ? അപ്പോൾ നമ്മൾ ചിന്തിക്കണേ, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കൂടാതെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ്. എന്താണ് ദൈവത്തിൻ്റെ ആലോചന എന്ന് നോക്കിക്കാട്ടെ. വാട്ട് ഈസ് ഗോഡ്സ് അഡ്വൈസ്? ഗോഡ്സ് വാർണിംഗ് കേട്ടു. എന്താണ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ്? ദൈവത്തെ കൂടാതെ ആലോചിക്കരുത്. എന്താണ് ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു അഡ്വൈസ്? എന്താണ് ദൈവം ഇതിന് നമുക്ക് തരുന്ന ആലോചന? നോക്കിക്കാട്ടെ. പ്രോവർബ്സ്, അതായത് സദൃശവാക്യം 3-ാമത്തെ അധ്യായത്തിൻ്റെ 5ഉം 7ഉം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. അതിനോട് ചേർത്തൊരു കാര്യം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്.
ഡോണ്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തിൽ ആശ്രയിക്കണം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നോക്കിക്കാട്ടെ, 2 അവിടെ പറഞ്ഞു, നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആലോചിക്കണം, എന്നാൽ ദൈവത്തോട് കൂടെ ആലോചിക്കണം. എൻ്റെ ജ്ഞാനം, എൻ്റെ ബുദ്ധി തമ്പുരാൻ്റെ ആ ശക്തിയുടെ കീഴിൽ, ദൈവികമായ കൃപയുടെ കീഴിൽ ഓപ്പറേറ്റ് ചെയ്യണം. എനിക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന ബുദ്ധി എടുത്തു കളയാനല്ല, എനിക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന ആലോചനകൾ എടുത്തു കളയാനല്ല, ദൈവത്തോട് കൂടെ ദൈവികമായ ആലോചന നാം സ്വീകരിക്കണം. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച, ജ്ഞാനത്തിൽ ആശ്രയിച്ച ചിലരെക്കുറിച്ച് ഒന്ന് നെബൂഖദ്നേസർ രാജാവിനെ ഒന്ന് നോക്കിക്കാട്ടെ. ലോകത്തിൽ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിലുള്ള സകല ലോകജ്ഞാനികളും തൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പ്രതിസന്ധിയിൽ ലോകത്തിൻ്റെ ജ്ഞാനത്തിന് ഉത്തരം ഇല്ലായിരുന്നു. ഈ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു വാക്യമുണ്ട്. അദ്ദേഹം ഒരു ബുദ്ധിക്ക് കീഴ്പ്പെട്ട മനുഷ്യനാണ്. ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ദൂതന്മാർ പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടോണം, ഇത് തീക്കിരയാൻ പോവുകയാണ് ഈ പട്ടണം. ഇറങ്ങാഞ്ഞുകൊണ്ട് നിർബന്ധിച്ചവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന വഴിയിലെ ലോത്ത് ദൂതനോട് പറയുകയാണ്, ഇതാ ഈ പട്ടണം സമീപമാകുന്നു. ബുദ്ധിക്ക് ചേരുന്നല്ലേ, ഈ പട്ടണം ഉണ്ടല്ലോ ഏറ്റവും അടുത്ത. അപ്പോൾ ഓടിപ്പോകുമ്പോൾ ഏറ്റവും അടുത്തടുത്തില്ലയോ പോകണ്ടേ, അവിടേക്ക് എനിക്ക് ഓടാം. പിന്നെ പറയുക, അത് ചെറിയതുമാകുന്നു, അവിടേക്ക് ഓടിപ്പോകട്ടെ. ആ പട്ടണത്തിൽ പോയത് തനിക്ക് വിനയായി തീർന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഡോണ്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ദൈവം തന്നിരിക്കുന്ന ജ്ഞാനത്തിനായി സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എൻ്റെ ജ്ഞാനം കീഴ്പ്പെടണം. 2-3 നല്ല ഉദാഹരണം ഉപയോഗിക്കട്ടെ. മനോഹ, ദൈവം അദ്ദേഹത്തിന് വെളിപ്പെട്ടു, നിനക്കൊരു പൈതൽ ജനിക്കും, അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ലാണ് 8-ാമത്തെ വാക്യത്തിൽ മനോഹ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നീ ഉപദേശിച്ചു തരണം, ടീച്ചേഴ്സ്, പറഞ്ഞു തരണേ. ഇനി ദാവീദിൻ്റെ കാര്യം എടുക്കട്ടെ. ജീവിതത്തിൽ പോരാട്ടങ്ങളൊക്കെ വന്ന സമയങ്ങളിൽ 1 ശമൂവേൽ 30-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ഒരിക്കൽ തനിക്ക് വന്ന വലിയ ഒരു നഷ്ടമാണ് സിക്ലാഗിലുള്ള സകലതും അമാല്യക്കർ അപഹരിച്ചുകൊണ്ട് പോയത്. ഉടനെ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, ഷുഡ് ഐ ഫോളോ? ചോദിക്കാതെ പോകാമായിരുന്നല്ലോ. എന്നാൽ അങ്ങനല്ല. വളരെ ജ്ഞാനമുള്ള ഒരു പടയാളിയാണ്, വളരെ പരിചയമുള്ളൊരു യോദ്ധാവുമാണ് ദാവീദ്. എങ്കിലും തമ്പുരാനെ, വാട്ട് ഷുഡ് ഐ ഡു? 1 ശമൂവേൽ 23-2 ഫെലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന 2 പരാജയം. ഒന്ന്, അദ്ദേഹം തെക്കോട്ട് യാത്ര ചെയ്തു, മിസ്രൈമിനോട് സമീപത്തുള്ള തൻ്റെ വാസം. 2, മാനുഷിക ബുദ്ധിക്ക് കീഴ്പ്പെട്ടു. 3, സ്വാർത്ഥത, സെൽഫിഷ്നെസ്. ഈ ഭാര്യയോട് നീ എൻ്റെ പെങ്ങളാണെന്ന് പറയണേന്ന് പറഞ്ഞതിൻ്റെ പിറകിലുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഐ വാണ്ട് ടു ബി സേഫ്. ഞാൻ ഭദ്രതയുള്ളവന്, ഐ മസ്റ്റ് ബി സേഫ്. വേറെ രീതിയിൽ ഞാൻ പറയാം, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് മനോഹരം, ഐ വോണ്ട് സർവൈവ് അറ്റ് എനി കോസ്റ്റ്. ഏത് വില കൊടുത്തായാലും എനിക്ക് രക്ഷപ്പെടണം. അബ്രഹാം നല്ല രീതിയിലൊക്കെയാണ് പറയുന്നതെങ്കിലും പറഞ്ഞതിൻ്റെ സാരാംശം അതാ.
നീ രാജകൊട്ടാരത്തിൽ പോയി അവൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വന്നാലും അത് വിഷയമല്ല, എനിക്കിപ്പോൾ രക്ഷപ്പെടണം. സ്വാർത്ഥത. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാകും. യൂദാ പറഞ്ഞ എന്നാണെന്നറിയാമോ? എനിക്ക് ആരെയായാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടി, ഞാൻ ഒറ്റിക്കൊടുക്കുന്നു. ബിലയാം പറഞ്ഞ എന്നാണെന്നറിയാമോ? എന്ത് പറയണേലും പറയാം, കാശ് വേണം. ഡസൻറ്റ് മാറ്റർ വാട്ട് ഐ സേ. ഗേഹസി പറഞ്ഞ എന്നാണെന്നറിയോ? ഏത് ബോഷ്ക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടണം. സെൽഫിഷ്നെസ്. ഈ സ്വാർത്ഥത എപ്പോഴും ഓർക്കണേ. ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഇത് മാനുഷിക ബന്ധങ്ങളെ തകർക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചിലർ ജീവിതത്തിൽ വിജയമൊക്കെ വരിക്കും, ചിലപ്പോൾ സമ്പത്തും സമ്പാദിക്കും, എന്നാൽ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളിൽ ഇടർച്ചയുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ കാണുന്ന അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പരാജയം സ്വാർത്ഥത. ഐ വാണ്ട് ടു ബി സേഫ്, എനിക്ക് രക്ഷപ്പെടണം. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കനാനിൽ നിന്ന് താൻ പുറത്തു പോകുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ താൻ പരാജയപ്പെടുകയായിരുന്നു. വെൻ ഹി വാസ് ലീവിങ് കേനൻ, കനാനിൽ നിന്നാണല്ലോ മിസ്രൈമിലേക്ക് ചവിട്ടിയത്. കനാൻ്റെ ആ അതിർത്തി വിട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ താൻ പരാജയപ്പെട്ടു. രാജാവിന് ഭാര്യയെ വിട്ടുകൊടുത്തപ്പോൾ സാറായോടുള്ള ബന്ധത്തിൽ താൻ പരാജയപ്പെടുകയായിരുന്നു. ലോത്തിനോടുള്ള ബന്ധത്തിൽ, കൂടെ ലോത്തുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തോണേ, ലോത്തിനോടുള്ള ബന്ധത്തിൽ ഒരു അമാതൃകയായി തീരുകയായിരുന്നു അദ്ദേഹം. ഹി വാസ് ബിക്കമിങ് എ റോങ് എക്സാമ്പിൾ. പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ എവിടെല്ലാം പരാജയപ്പെട്ടെന്ന് നോക്കിക്കാട്ടെ. ദൈവത്തോടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടു, ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടു, സഹവിശ്വാസിയോടുള്ള ബന്ധത്തിലും പരാജയപ്പെട്ടു. സെൽഫിഷ്നെസ്. അടുത്തത് നോക്കിക്കാട്ടെ, തൻ്റെ ജീവിതത്തിൽ നാലാമത്തെ പരാജയം കാപട്യം. അപ്പോൾ തെക്കോട്ടുള്ള യാത്ര, അരുതാത്ത സ്ഥലത്തിൻ്റെ സമീപത്തുള്ള വാസം. 2, തൻ്റെ ജീവിതത്തിൽ മാനുഷിക ബുദ്ധിക്ക് കീഴ്പ്പെട്ടതിലുള്ള തോൽവി. 3, സ്വാർത്ഥതയുടെ അനുഭവം. 4, കാപട്യം. സാറായോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ സൗന്ദര്യമുള്ളവളെന്ന് ലോകം അറിയുന്നു, അപ്പോൾ എന്നെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ സഹോദരി എന്ന് പറയണം. ഹാഫ് ട്രൂത്ത് ആണല്ലോ. ഇതിന് 2-3 ആഴ്ചകൾക്ക് മുമ്പ് പഠിച്ചതിനോടുള്ള ബന്ധത്തിൽ അത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. കാപട്യം, ഹിപ്പോക്രസി തൻ്റെ ജീവിതത്തിൽ വന്നത് നിമിത്തം തൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ നോക്കണം, അദ്ദേഹത്തിന് എന്തെല്ലാം പരാജയം വന്നു എന്നൊന്ന് സൂചിപ്പിക്കട്ടെ. 1, ദൈവേഷ്ടത്തിൽ നിന്ന് അദ്ദേഹം പുറത്തുപോയി. He went outside God's will. 2, സാറായോടുള്ള ബന്ധത്തിൽ താൻ വേർപെട്ടു. 3, രാജാവ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിളിച്ച് അബ്രഹാമിനെ ശാസിച്ചു. ദൈവം വിശ്വസ്തനാണല്ലോ. സാറായെ ഫറവോൻ കൂട്ടിക്കൊണ്ടുപോയെങ്കിലും ദൈവം രാത്രിയിൽ ഫറവോനോട് ഇടപെട്ടു, അവരെ ബാധിച്ചു. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചു വരുത്തി ഫറവോൻ അബ്രഹാമിനെ ശാസിച്ചു. റെബ്യൂക്ക് ഓഫ് ദ കിങ്. 4, തനിക്ക് അധികം സമ്പാദ്യമൊക്കെ കിട്ടി കേട്ടോ. പിന്നെ വേറൊരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, മിസ്രൈമിലേക്ക് പോയ നിമിത്തം തനിക്ക് സമ്പാദ്യം, ദാസന്മാർ, ധനം. അല്പം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹാഗാർ വന്നത് തനിക്ക് വിനയായില്ലയോ?
2, തനിക്കുണ്ടായ സമ്പത്ത്. അടുത്ത അധ്യായത്തിലാണ് ലോത്തുമായിട്ടുള്ള ബന്ധത്തിൽ ഇടയന്മാർ തമ്മിൽ ഉള്ള ആ ഭിന്നതയെക്കുറിച്ചൊക്കെ പറയുന്നത്. ദ റിച്ചസ് ആൻഡ് ദ പീപ്പിൾ, രണ്ടും തനിക്ക് വിനയായിത്തീർന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടപ്പോൾ ദൈവേഷ്ടത്തിൽ നിന്ന് പുറത്തുപോയി. ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ താൻ തകർന്നു. ലോക മനുഷ്യൻ തന്നെ ശാസിച്ചു. പ്രവാചകനായി ജീവിക്കേണ്ട അബ്രഹാം ലോക മനുഷ്യനെ ശാസിക്കേണ്ടതിന് പകരം ലോക മനുഷ്യൻ അബ്രഹാമിനെ ശാസിച്ചു. ഇന്നത്തെ ലോകത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ ദൈവസഭയാകുന്ന നമ്മെ പുറം ലോകം ശാസിക്കുമ്പോൾ വളരെയധികം തിരിഞ്ഞൊന്ന് ചിന്തിക്കണം. വൈസോ അവസാനമായി തനിക്ക് നഷ്ടപ്പെട്ടത്, ഈ യാത്രയിൽ തനിക്ക് ആരാധനയോ ദൈവികമായ വെളിപ്പാടോ ഇല്ല. When he went out of God's will, there was no revelation and there was no worship. ഈ ദൈവേഷ്ടത്തിന് പുറത്ത് വിശ്വാസി ജീവിക്കുമ്പോൾ എത്ര വലിയ ആരാധനയുടെ നടുക്ക് പോയിരുന്നാലും പാടുകയൊക്കെ ചെയ്യാം, കയ്യുമൊക്കെ അടിക്കാം, പക്ഷെ ആരാധന പൊങ്ങത്തില്ല. ഞാനിപ്രകാരം എനിക്ക് ചില ഇംഗ്ലീഷ് വാക്കൊക്കെ ഇഷ്ടം. ഈ റെസണേറ്റ് ചെയ്യുക എന്ന് പറയും കേട്ടോ. എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിനകത്ത് റെസണേറ്റ് ചെയ്യണമല്ലോ, ഉണ്ടല്ലോ, അതേ ആ ഫ്രീക്വൻസി വരുമ്പോൾ അത് ദൈവേഷ്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി കൊട്ടുള്ള ആരാധനയായാലും കൊട്ടില്ലാത്ത ആരാധനയായാലും ഏത് ശൈലിയിലുള്ള ആരാധനയായാലും അവിടെ പോയി ഇരിക്കുമ്പോൾ അതിനകത്തു നിന്നൊരു ആരാധന വരും. അതില്ലിപ്പം. വെളിപ്പാട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും പണ്ട് തേജോമയനായ ദൈവം വെളിപ്പെട്ടു, ഇപ്പോഴില്ല. നത്തിങ് ന്യൂ, നത്തിങ് ന്യൂ. ആറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. അബ്രഹാം മിസ്രൈമിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. 20ാമത്തെ വാക്യം, ഫറവോൻ അവനെക്കുറിച്ച് കൽപ്പിച്ചു, അവൻ്റെ ആളുകളോട് കൽപ്പിച്ചു, അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലത്തെയും. ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞയച്ചെന്ന്. 2 രീതിയിൽ ചിന്തിക്കാം കേട്ടോ. പറഞ്ഞയച്ചു. അദ്ദേഹം പുറത്തു വന്നത് ഇപ്രകാരമാണെന്നാണ് എൻ്റെ ചിന്ത. ലജ്ജിച്ച്, തർജ്ജനം ചെയ്യപ്പെട്ട്, പരാജയപ്പെട്ട് ഭക്തൻ മിസ്രൈമിൽ നിന്ന് പുറത്തു പോകുന്നു. ഹൗ ഡിഡ് ഹി കം ഔട്ട്? ashamed, rebuked, defeated. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് സ്വാർത്ഥ താല്പര്യത്തിനും നിലനിൽപ്പിനും വേണ്ടി ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്ത് നാം പോകുമ്പോൾ ദൈവേഷ്ടത്തിന് പുറത്തു പോയാൽ ദൈവികമായ വെളിപ്പാടോ സത്യ ആരാധനയോ നമ്മുടെ ഉള്ളിലുണ്ടാകത്തില്ല. അതുമാത്രമല്ല, ലോകം നമ്മെ ശാസിക്കും, ബന്ധങ്ങൾ ഉലയും, ദൈവികമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം വിശ്വസ്തനാണല്ലോ. ദൈവം രാത്രിയിൽ ഇടപെട്ടു. 13ാമത്തെ അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വീണ്ടും തെക്കേ ദേശത്ത് വന്നു. കെയിം ബാക്ക്. ദൈവം വിശ്വസ്തനാണ്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടെന്ന്. റിട്ടേൺഡ് എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് നല്ലത്. മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു. നമുക്ക് സ്തോത്രം ചെയ്യാനുള്ള വക എന്നാണെന്നറിയാം. പരാജയപ്പെട്ടാലും കൈവിടാത്തവനായൊരു ദൈവം. മനസ്സിലാക്കാൻ കഴിയാത്തൊരു വാക്യമാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനാണെന്നുള്ള അവിശ്വസനീയമായൊരു വാക്യമാണ്. ബട്ട് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. വിശ്വാസവീരനായ അബ്രഹാം പരാജയപ്പെട്ടെങ്കിലും ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മിസ്രൈമിൽ നിന്ന്
പുറത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷോധനകൾ ഏത് സമയത്തും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ സ്വന്തം ജ്ഞാനത്തിന് കീഴ്പ്പെടുകയല്ല, ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവികമായ ആലോചനയ്ക്കും കീഴ്പ്പെട്ട് നാം വരണം. ഇന്ന് രാത്രി 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ പരിശോധനയുടെ നടുവിൽ നിൽക്കുന്ന ദൈവമക്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില സംശയങ്ങൾ നമ്മെ ഭരിക്കുന്നെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണോ, അതുകൊണ്ടാണോ എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഒറ്റ കാര്യം ചിന്തിക്കുക, കർത്താവ് നമ്മോട് പറഞ്ഞത് അനുസരിച്ചോ? യു ആർ ഇൻ ദ വിൽ ഓഫ് ഗോഡ്. പുറത്തുള്ള സാഹചര്യം കൊണ്ടല്ല അളക്കേണ്ടത്, ദൈവവചനത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണോ എന്ന് ഞാൻ നിശ്ചയിക്കേണ്ടത്. 2, എനിക്കിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുമായി ചേർന്ന് പോകുന്നില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഭാരപ്പെടണ്ട. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസനാണ്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് നിവർത്തിക്കും. ഗോഡ് വിൽ ബ്രിങ് ഇറ്റ് ടു പാസ്. പലപ്പോഴും ദൈവികമായ അനുഗ്രഹങ്ങളിലേക്കുള്ള വഴി കഠിനമായതാണ്. ഇന്നത്തെ കാഠിന്യം വിഷയമല്ല, വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എൻ്റെ വിശ്വാസത്തിൻ്റെ പോരായ്മയാണോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം തന്നെ കാണും. ഡോണ്ട് ഹാവ് ടു വറി. മറ്റുള്ളവർ പറയുന്നത് കൊണ്ടും ഭാരപ്പെടണം. ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ലെറ്റ് us ട്രസ്റ്റ് ഹിം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. കാരണം നാം ഒന്ന് ചിന്തിച്ചു, ദൈവം ആരാണെന്ന് അറിഞ്ഞു. ഹി ന്യൂ ഗോഡ് ഈസ് ഏബിൾ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം ശക്തനും ദൈവം വിശ്വസ്തനുമായതുകൊണ്ട് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവം തേജസ്സുള്ളവനും എനിക്കൊരു തേജസ് വെച്ചിട്ടുണ്ട് എന്നും അറിഞ്ഞതുകൊണ്ട്, നോട്ട് ഓൺലി ഗോഡ് ഈസ് ഗ്ലോറിയസ്, മൈ ഫ്യൂച്ചർ ഈസ് ഗ്ലോറിയസ്, ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ദൈവത്തെ അനുസരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അബ്രഹാം പരാജയപ്പെട്ടു പോയെങ്കിലും തമ്പുരാൻ അവനെ മടക്കിക്കൊണ്ടുവന്നു. 4-ാമത്തെ വാക്യം 13:4. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. നഷ്ടപ്പെട്ടു പോയ ആരാധന, നഷ്ടപ്പെട്ടു പോയ ദൈവികമായ വെളിപ്പാട് ദൈവം അവന് മടക്കിക്കൊടുത്തു. എത്ര അനുഗ്രഹം! God is faithful. We have a wonderful God, faithful God, never changing God. നമുക്കൊരു ദൈവമുണ്ട്. അവൻ വിശ്വസ്തനായ ദൈവം, മാറ്റമില്ലാത്തവനായ ദൈവം. ഇന്ന് എന്നെ ശോധനയിൽ കൂടെ അയക്കുന്നെങ്കിൽ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണ്. ഇന്ന് എന്നെ ശോധനയിൽ കൂടെ അയക്കുന്നെങ്കിൽ തൻ്റെ ശക്തി എന്നിൽ വെളിപ്പെടുത്താനാണ്. ഇന്ന് എന്നെ ശോധനയിൽ കൂടെ അയക്കുന്നെങ്കിൽ തൻ്റെ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താനാണ്. വി ഹാവ് എ വണ്ടർഫുൾ ഗോഡ്. അതുകൊണ്ട് അബ്രഹാം മടങ്ങി വന്നതുപോലെ എവിടെങ്കിലും പരാജയം വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാം. കർത്താവ് നമ്മെ ഇന്നും സ്നേഹിക്കുന്നു. ലെറ്റ് us come back to God. Praise the Lord.